നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലകളെ തൊടണോ? എന്നാൽ അവർ രണ്ടുപേരുടെയും അനുവാദം അനിവാര്യമാണ്. പറഞ്ഞു വരുന്നത് മിലോസ് റിൻസിച്ചിനെയും മാർക്കോ ലെസ്കോവിച്ചിനെയും കുറിച്ചാണ്. യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇന്നും ഓരോ ആരാധകർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള ഡിഫൻസ് കോംബോ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ ഒരു ഡിഫൻസ് കോംബോ ഉണ്ട്. ഹോർമി പാമിനെ പോലെയുള്ള താരങ്ങളെ മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം പടുത്തുയർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെയാണ് മാർക്കോ ലെസ്കോവിച്ചും മിലോസ് റിൻസിച്ചും എന്ന് പറയുന്ന താരം. ഒരാളങ്ങ് ക്രൊയേഷ്യയിൽ നിന്നാണെങ്കിൽ മറ്റൊരാളങ്ങ് മോണ്ടിനെഗ്രിയിൽ നിന്നാണ്. ഒരു പക്ഷേ ഈ രണ്ട് താരങ്ങളും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൻമതിലുകളാണ്. ആരുടെ മുമ്പിലും മുട്ടുമടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആവേശഭരിതമായിട്ടുള്ള ഒരു ഡിഫൻസ് തന്നെയാണ് നമുക്കുള്ളത്. ഒരിക്കലേ മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം 2021 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുമ്പോൾ തകർന്നടിഞ്ഞൊരു ഡിഫൻസ് നിര അദ്ദേഹം പുതുക്കി പണിയുകയാണ് ചെയ്തത്. ഇന്ന് മിലോസ് റിൻസിച്ച് എന്ന് പറയുന്ന ഒരു താരം, മറ്റൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ മാർക്കോ പടുത്തുയർത്തിയ ആ ഒരു വൻമതിലിനെ അതീവ ശക്തിയോടെ നിലയുറപ്പിക്കുകയാണ് മിലോസ് എന്ന് പറയുന്ന താരം. ഒരു ഭാഗത്ത് മാർക്കോയാണെങ്കിൽ മറുഭാഗത്ത് മിലോസാണ്. ഇവരെ രണ്ടുപേരെയും താണ്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന ഗോൾ കീപ്പറെ മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ഇന്ത്യൻ താരങ്ങൾക്കും ഇന്ന് ഡിഫൻസിൽ അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെ മികച്ച പ്രകടനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഡിഫൻസ് പ്രകടനം എന്ന് പറയുന്നത് മാർക്കോയും മിലോസും തന്നെയാണ്. അതൊരിക്കലും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ആ ഒരു 11 പുറത്തുവിടുമ്പോൾ ഇന്ന് മാർക്കോയും ലെസ്കോവിച്ചും മിലോസും കളിക്കളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് 11 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഭയപ്പെടാനില്ല. കാരണം അങ്ങനെയാണ്. ഒരു പക്ഷേ മാർക്കോ ലെസ്കോവിച്ചിൻ്റെ കയ്യിൽ നിന്നും ഒരു പന്ത് വഴുതി കഴിഞ്ഞാൽ അത് പിന്നെ തീർച്ചയായിട്ടും മിലോസ് റിൻസിച്ചിൻ്റെ ഇടപെടലോടുകൂടി അവിടെ ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെയാണ്. മിലോസിൻ്റെ കയ്യിൽ നിന്നും പന്ത് പോയാൽ അത് മാർക്കോ ക്ലിയർ ചെയ്ത് പെട്ടിട്ടുണ്ടാകും. ഒരു ബോക്സിനകത്ത് നിന്നിട്ട് ഇരുവരെയും താണ്ടിക്കടക്കുക എന്ന് പറയുന്നത് എതിരാളികൾക്ക് പോലും കുറച്ച് ദുർഘടം പിടിച്ചിട്ടുള്ള പാത തന്നെയാണ്. ഈ 12-13 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ മിലോസ് ഒരു ഗോൾ പോലും കരസ്ഥമാക്കി കഴിഞ്ഞു. ഇതാണ് ഡിഫൻസിൻ്റെ ആർട്ട് എന്ന് പറയുന്നത്. ഒരു പക്ഷേ മാർക്കോ ആദ്യ കളികളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തിലില്ലായിരുന്നു. അപ്പോൾ മിലോസിൻ്റെ പ്രകടനം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇനി എന്തായാലും മാർക്കോ ലെസ്കോവിച്ചിൻ്റെ സ്ഥാനം പോകും, അതല്ലെങ്കിൽ ലെസ്കോവിച്ച് ബെഞ്ചിലാവും എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിന് ഇത്രമേൽ അലങ്കാരമായിട്ടുള്ള ഒരു ഡിഫൻസ് ശൈലി, അതല്ലെങ്കിൽ ഒരു ഡിഫൻസ് വോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരമാണ്. അയാളില്ലാതെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിര പൂർണ്ണമാകുന്നില്ല. പിന്നീട് അയാൾ തിരിച്ചു വരുന്നു. ഇന്നവർ രണ്ടുപേരുമായിട്ടുള്ള ആ ഒരു കോംബോ, വൻമതിലുകൾ പണിതിട്ടുള്ള ഒരു കോംബോ, ശിവനും ശക്തിയും ചേർന്നാൽ മാസ്ഡ എന്ന് പറയുന്ന ഒരു സോങ്ങൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ഇന്നവർ രണ്ടുപേരും നെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൺമുമ്പിൽ കാണുന്നതെല്ലാം എനിക്ക് വേണമെന്ന് ലെസ്കോവിച്ച് പറയുമ്പോൾ അതിനെയെല്ലാം വേട്ടയാടി തരാമെന്ന് മിലോസ് പറയുന്ന ഒരു ശൈലിയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് അതികായകന്മാരാണ്. ഈ ഒരു കേരളത്തിന് വേണ്ടി ദൈവം സമ്മാനിച്ചിട്ടുള്ള രണ്ട് അതികായകന്മാർ, രണ്ട് ഉരുക്കു മനുഷ്യന്മാർ. പലരും പല രീതിയിലും മറികടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇവരുടെ താണ്ഡവമായിരിക്കും. ഇവരെ മറികടക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിനെ വലയം വെക്കാം, അതല്ലെങ്കിൽ അതിലേക്ക് പന്തടിച്ച് കയറ്റാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിരിക്കും. അതല്ലെങ്കിൽ ഇവർ കളത്തിൽ ഇല്ലാത്തപ്പോൾ മാത്രമായിരിക്കും അത് സാധിക്കുക. The wall of Kerala Blasters, Milos Rincic and Marco Leskovic.